ഗുഡ് മോർണിംഗ് മക്കളെ. എനിക്ക് എന്തുണ്ട് വിശേഷം? ഹോളിഡേയ്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് നമ്മൾ പുതിയൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആൻറ്റി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വെക്കേഷൻസിൽ എന്തോ ചെയ്യുന്നത്? ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം? യു പ്ലേ, യു റീഡ് ബുക്സ്, പിന്നെ എന്ത് ചെയ്യും? ഡു യു ഹെൽപ്പ് യുവർ മമ്മ ഇൻ ദി കിച്ചൺ? ഡു യു ഹെൽപ്പ് ഹർ ഇൻ ദി ഹൗസ്? ഓക്കെ, നൗ can I ask you another question? Do you pray every day? Every day do you pray before going to sleep? Do you read the Bible every day? I know you cannot read, but you should ask your mama or dada to read for you. അപ്പയോടും അമ്മയോടും മോക്കും മോനും ബൈബിൾ വായിച്ചു തരാൻ പറയണേ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥ, നമ്മളിപ്പോൾ എത്ര ആഴ്ച കഥകൾ പഠിച്ചു? 3 weeks പഠിച്ചല്ലേ? ഇന്നിപ്പോൾ പുതിയൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഫാദറിൻ്റെയും മദറിൻ്റെയും അവരുടെ മക്കളുടെയും. ഓക്കെ, ഇത് ഏത് സ്ഥലമാണെന്നറിയാമോ? ദിസ് ഈസ് ഇൻ ബെത്ലഹേം, ഇൻ എ പ്ലേസ് കോൾഡ് ബെത്ലഹേം. ദർ വാസ് എ ഫാദർ ആൻഡ് എ മദർ. ദേ ഹാഡ് 2 sons. ഫാദറിന്റെ പേര് ഇച്ചിരി പാടാ, എലിമെലേക്ക്. വായിക്കാമോ? എലിമെലേക്ക്, എലിമെലേക്ക്. മമ്മയുടെ പേര് നവോമി. എന്തുവാ? നവോമി എന്ന് പറഞ്ഞു നോക്കിയേ. എലിമെലേക്ക്, നവോമി. ഇവര് ബെത്ലഹേമിൽ താമസിക്കുമായിരുന്നേ. അപ്പോൾ എന്താ പറ്റി ബെത്ലഹേമിൽ? when they were staying in Bethlehem, a big famine came. famine എന്ന് വെച്ചാൽ എന്തുവാ? famine എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കിട്ടാൻ കുറയും. everyone will not get food. there will be difficulty in crops to grow. അപ്പോൾ ക്രോപ്സ് വളർന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ലല്ലോ. ഒത്തിരി ഫാമിനായി. ലാൻഡ് ആൻഡ് ഓൾ സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി ഡ്രൈ ആൻഡ് സ്റ്റാർട്ടഡ് ക്രാക്കിംഗ്. സോ വാട്ട് ഡിഡ് എലിമെലേക്ക് ആൻഡ് നവോമി ഡിസൈഡ്? അവരെന്തു തീരുമാനിച്ചെന്ന് അറിയാമോ? എലിമെലേക്കും ഫാമിലിയും ബെത്ലഹേമിൽ നിന്ന് മോവാബ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എവിടെ നിന്ന് എങ്ങോട്ടാ പോകാൻ തീരുമാനിച്ച? ബെത്ലഹേമിൽ നിന്ന്. എവിടെ? ബെത്ലഹേം. എവിടെ? ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ മോവാബിൽ ചെന്ന് കുറെ നാള് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയെന്ന് അറിയാമോ? സംതിങ് വെരി സാഡ് ഹാപ്പൻഡ്. എലിമെലേക്ക് passed away or Elimelech died. Elimelech മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ Naomi was very sad. Now who is left? Naomi is left and Naomi's 2 sons are left. And after few years, these 2 sons also got married. So now there is Naomi, Naomi's 2 sons and 2 wives. Both the sons had wives. Now after few years again something very sad happened. You know what happened? നവോമിയുടെ എലിമെലേക്കിന്റെയും 2 sons മരിച്ചുപോയി. അപ്പൊ ഇനിയും ഈ സൺസിന്റെ വൈഫ്സും നവോമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ? മോവാബിൽ. ഓക്കെ, ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പോൾ നവോമി ഉണ്ടായിരുന്നു. നവോമിയുടെ one daughter in lawയുടെ പേര് റൂത്ത്. പിന്നുള്ള ഡോട്ടറിൻ്റെ പേര് ഓർപ്പ. ഇവർ 3 പേരും ഉണ്ടായിരുന്നു. അവരെന്തോ ചെയ്യും? ഇനിയും ഫുഡ് വേണമെങ്കിൽ ജോലി ചെയ്യാനായിട്ട് ആരുമില്ല. എലിമെലേക്ക് മരിച്ചു. എലിമെലേക്ക് സൺസ് ഓൾസോ പാസ്ഡ് അവേ. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് ദം. ഓക്കെ, സോ നൗ നവോമി ഡിസൈഡഡ് we will go back to our land, that is Bethlehem. Okay, so they decide to go back to Bethlehem from Moab. So now what did Naomi tell her 2 daughters? That is Ruth and Orpah. Naomi told, see, now I'm going back to my land in Bethlehem. Both of you can stay here and go back to your parents' place. Okay, I'm going back. But you know what happened? There were 3 women in all. Who all? There was Naomi, there was Ruth, and this was Orpah. You know what happened? This Orpah, she went back to her home.
But you know what this Ruth told Naomi? This Ruth told Naomi, no, I will not leave you. I will not. ഞാൻ നവമിയെ തന്നെ ഇട്ടേച്ച് എങ്ങോട്ടും പോകത്തില്ല. ഓർപ്പ തിരിച്ച് ഓർപ്പയുടെ വീട്ടിലോട്ട് പോയി. റൂത്ത് നവമിയുടെ കൂടെ തന്നെ നിന്നു. നവമിയോട് റൂത്ത് പറഞ്ഞു, wherever you go, I will go. Your people will be my people. Your God will be my God. എന്ന് വെച്ചാൽ എന്തുവാ? നവമി പോകുന്നിടത്തോട്ടൊക്കെ റൂത്തും കൂടെ കാണും. നവമിയുടെ ദൈവം റൂത്തിന്റെ ദൈവമായിരിക്കുമെന്നും നവമിയുടെ പീപ്പിൾ എല്ലാവരും ഇനിയും തൊട്ട് റൂത്തിന്റെ പീപ്പിൾ ആയിരിക്കുമെന്നും. നല്ല ഡിസിഷൻ ആണോ റൂത്ത് എടുത്തത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. Was it a good decision that Ruth took to be with Naomi? Yes, of course. That was a very good decision that Ruth took to be with Naomi, and her people, and to follow her God. Yes? Did you like the story? Now, what did we learn from the story? എന്തുവെന്ന് പഠിച്ച് നമ്മൾ ആരെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്? എലിമലേക്ക്, പിന്നെ നവമി. അവരുടെ two sons had passed away. So their wives were there. Who all were there? Orpah and Ruth. Hello. And now what did Ruth decide? Ruth decided to be with her mother and follow the steps of her mother, to follow and believe in her God. Now, what can we learn from this? Two things we can learn. When we take decision, we should always listen to our parents. Now, Naomi and Ruth stayed together. Ruth stayed with her mother-in-law. What should we do? We should always listen to our parents. We should obey our parents. We should honor our parents. When our parents ask us to off the TV off ആക്കുമോനെ, TV കണ്ടത് മതി മോളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരയുവോ അതോ അന്നേരം TV ഓഫ് ആക്കുവോ? നമുക്കിന്നൊരു ഡിസിഷൻ എടുക്കാം. അതായത് എങ്ങനെ നവമിയുടെ ദൈവത്തെ റൂത്ത് സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ we will also love our God, we will serve our God. നമ്മളിപ്പം we love our God എന്ന് പറയുമ്പം നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമുക്ക് ഗോഡിനെ ഇഷ്ടമുള്ളപ്പം നമ്മൾ ഗോഡ് പറയുന്നതൊക്കെ കേൾക്കത്തില്ലയോ? അപ്പൊ ഈ ഗോഡ് പറയുന്ന കമാൻഡ്മെന്റ്സും കേൾക്കുമല്ലോ. ഗോഡ് പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെന്റിൽ ഒരു കമാൻഡ്മെന്റ് എന്തുവാണെന്നറിയാമോ? ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് അപ്പായും അമ്മായും വിൽ യു ഓണർ ദം? വിൽ യു ലിസൺ ടു ദം? യു ഷുഡ് റെസ്പെക്ട് ദം. യു ഷുഡ് നോട്ട് ബാക്ക് ആൻസർ പറയല്ലേ, കേട്ടോ? Then, number 2, what decision can we take? To trust in God. To trust in God, whatever happens, we will trust in God. ദൈവത്തിൽ വിശ്വസിക്കും, ദൈവത്തിൽ ആശ്രയിക്കും. whatever happens, something always, every day is not a good day, അല്ലേ? ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് സങ്കടം വരും, വിഷമം വരും. നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട്സ് നമ്മളോട് വഴക്കുണ്ടാക്കും. അവർ ഫ്രണ്ട്സ് മൈറ്റ് നോട്ട് ടോക്ക് ടു us. Yes, sometimes our friends might ask us to tell lies. Can we take another decision today that we will not tell lies? ഒരിക്കലും we will not tell lies to our teachers. We will not tell lies to our parents and elders. Can we take that decision? How many of you all have decided not to tell lies and to honor our parents and teachers? Okay? Now, so we will do one small activity. Before that, I want you all to do 2 things every day. Read your Bible. എല്ലാവർക്കും ബൈബിൾ ഉണ്ടോ വീട്ടിൽ? ബൈബിൾ ഇല്ലാത്തവര് ഈ ലോക്ക്ഡൗൺ കഴിയുമ്പം ടെൽ യുവർ പേരൻസ് ടു ബൈ യുവർ പേഴ്സണൽ ബൈബിൾ ഫോർ യു. ഓക്കെ? ദെൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. Now, one small activity, that is, can you see this? Yeah, this is what you can do is
ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് കീപ് യുവർ ഹാൻഡ് ആൻഡ് ഡ്രോ യുവർ ഹാൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഹാൻഡ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സ്മോൾ ഹാൻഡ് ആണെങ്കിൽ നമ്മുടെ അപ്പയുടെയോ അമ്മയുടെയോ കൈ വെക്കാം. കട്ട് ദാറ്റ്, കളർ ഇറ്റ് ഇൻ എനി ഡിസൈൻ യു വോണ്ട്. ആൻഡ് എന്തോ എഴുതും അവിടെ? ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നിങ്ങൾക്ക് എന്തോ ചെയ്യാമെന്ന് അറിയാമോ? ഇത് നിങ്ങളുടെ ബൈബിളിൻ്റെ അകത്ത് വേണേ വെക്കാം. എന്നിട്ട് ഈ 5 ഫിംഗേഴ്സ് ഇല്ലേ, കണ്ടോ? 5 ഫിംഗേഴ്സിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും? നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി, നമ്മുടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരും, പ്രസിഡന്റ് വരും, പിന്നെ നമ്മുടെ പാസ്റ്റർ വരും. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. പിന്നെ ഫോർ പുവർ പീപ്പിൾ ആൻഡ് സിക്ക് പീപ്പിൾ. ദെൻ യു ക്യാൻ പ്രേ ഫോർ യുവർ നീഡ്സ്. വാട്ട് ഡു യു വാണ്ട്, യുവർ വിഷസ്, യുവർ ആഗ്രഹങ്ങൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാം. യു ക്യാൻ കീപ് ദിസ് because when you pray for all these every day, you know that your God is faithful. He will listen to your prayer. Okay? Now children, I will also give you a memory verse. Okay, a small memory verse namukku padikam. Okay? This is Proverbs 3 verse 5. Proverbs chapter 3 verse 5. Trust in the Lord with all your heart. Trust in the Lord with all your heart. ഇതുപോലെ അതിൻ്റെ മലയാളം വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ഓക്കെ ചിൽഡ്രൻ, കഥ ഇഷ്ടപ്പെട്ടോ? So till we meet next time, bye, see you.